ക്രിസ്മസിനൊക്കെ ഇനി കുറച്ച് ദിവസമുള്ളൂ. നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? അത് സിമ്പിളായിട്ട്. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ഗരം മസാലയും 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് അരിച്ച് മാറ്റി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസും പൈനാപ്പിൾ എസൻസും 2 ഡ്രോപ്പ് പ്ലം എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഇതിൻ്റെ കൂടെ പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വിസ്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കണ്ടൻസ് മിൽക്കും 1 സ്പൂൺ ബൂസ്റ്റും പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും ഓപ്ഷണൽ ആട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാനായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കാരമൽ സിറപ്പ് 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അത് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/3 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ്, അതിലേക്ക് ഒരു 1/4 കപ്പോളം മൈദ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കുക. അതിൻ്റെ അടിയിൽ ഒരു തട്ടിട്ട് കൊടുത്തതിന് ശേഷം ബേക്കിംഗ് ടിൻ ഇറക്കി വെച്ച് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1.25 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് വേവിച്ചെടുക്കാനായിട്ട്. ഈ കേക്ക് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാം. കൂടുതൽ ടേസ്റ്റ് 2-3 ദിവസം ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.